സോ ചാപ്റ്റർ 18 ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ആൻഡ് ഫുള്ളൊന്നും നമ്മൾ നോക്കുന്നില്ല, എക്സാം ഓറിയൻറ്റഡ് മാത്രമാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കൽ നിർബന്ധമായിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF തന്നെ എടുത്തിട്ടുള്ളത്. സോ ലുക്ക് അറ്റ് ദിസ് ലൈൻ. The simple organisms like sponges and coelentrates circulate water from their surroundings and their body cavities to facilitate cells to exchange these substances. So simple organisms ആയിട്ടുള്ള സ്പോഞ്ചസും സീലൻഡ്രേറ്റും വാട്ടർ സർക്കുലേറ്റ് ചെയ്തിട്ടാണ് അവരുടെ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കുന്നത്. ഓക്കെ, more complex organisms use special fluid within their bodies to transport such materials like blood is the most commonly used body fluid. So കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് വരുമ്പോൾ അവർ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് വെച്ചിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒന്നാണ് ബ്ലഡ്. Another body fluid ആണ് lymph are also helps in transport of certain substance. So ഇതൊക്കെയാണ് ബ്ലഡും ലിംഫും ആണ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, സോ ഇൻ ദിസ് ചാപ്റ്റർ യു വിൽ ലേൺ അബൌട്ട് കമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ബോഡി ബ്ലഡ് ആൻഡ് ലിംഫ്. സോ ആദ്യം പറയാൻ പോകുന്നത് അബൌട്ട് ബ്ലഡ് ആണ്. ബ്ലഡ് ഇസ് എ സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ കൺസിസ്റ്റിംഗ് ഓഫ് fluid matrix, plasma and formed elements. Fluid matrix, plasma and formed elements. So plasma എന്ന് പറയുന്നത് plasma is a straw colored viscous fluid constituting 55% of blood ആയിരിക്കും. straw colored viscous fluid constituting 55% of blood. അതിൽ തന്നെ 55%ൽ 90 to 92% പ്ലാസ്മ ആയിരിക്കും. പ്ലാസ്മ എന്തായിരിക്കും? വെള്ളമായിരിക്കും. പിന്നെ അതിൽ 6 to 8% പ്രോട്ടീൻ ആയിരിക്കും. ബാക്കി കുറച്ച് ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ, അതർ മേജർ പ്രോട്ടീൻസ്. ഓക്കെ, പ്രോട്ടീൻസ് ആരൊക്കെയാണ്? 6 to 8% പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ ഒക്കെയാണ്. ഫൈബ്രിനോജൻ ഇതിൻ്റെ യൂസസ് നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ ഈ കമ്പോസിഷൻസും ലൈക്ക് 55% ആണ്. അതിൽ തന്നെ 90 to 92% പ്ലാസ്മ വാട്ടർ ആയിരിക്കും. പിന്നെ 6 to 8% പ്രോട്ടീൻ ആയിരിക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, MCQലും വരെ ചോദിക്കാറുണ്ട്. പിന്നെ ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ ഇത് നിങ്ങളുടെ +2 ആണെങ്കിലും ലൈക്ക് നീറ്റ് ആണെങ്കിലും എന്തായാലും ചോദിക്കും. ഇപ്പോൾ ഓരോരോ ഫൈബ്രിനോജൻ്റെ യൂസ് വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് ചോദിക്കും. സോ ലെറ്റ്സ് സീ ദ യൂസസ്. Fibrinogens are needed for clotting or coagulation of blood. Blood clotting and coagulation ആണ് ഫൈബ്രിനോജൻ യൂസ് ചെയ്യുന്നത്. ഗ്ലോബുലിൻ primarily involved in defense mechanism. Globulin defense mechanism, fibrinogen blood clotting, albumin osmotic balance. So plasma also contains small amount of minerals like Na+, Cl2+, Mg2+, HCO3-, Cl- etc. പിന്നെ ഇതിൽ എന്തൊക്കെയുണ്ട്? ഏതിലാണ്? പ്ലാസ്മയിലാണ് കേട്ടോ. പ്ലാസ്മയിൽ പിന്നെ എന്തുണ്ട്? ഗ്ലൂക്കോസ്, എമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ് അതൊക്കെ ഉണ്ട്. പിന്നെ കുറേ അല്ലാതെ മിനറൽസ് ആയിട്ട് ഇപ്പം Na+ ഒക്കെ പറഞ്ഞില്ലേ. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫാക്ടേഴ്സ് ഫോർ കോയാഗുലേഷൻ ഓർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ആർ പ്രസൻറ്റ് ഇൻ പ്ലാസ്മ ഇനാക്റ്റീവ് ഫോം. സോ കോയാഗുലേഷൻ ആവശ്യമായിട്ടുള്ള പ്ലാസ്മയിലുണ്ട്, വിച്ച് ഇസ് ഇൻ ഇനാക്റ്റീവ് ഫോമാണ്. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടറിനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടറിനെ നമ്മൾ സെറം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തത് ഫോംഡ് എലമെൻറ്റ്സ് ആണ്. ബ്ലഡിൻ്റെ 3 പാർട്സ് അതൊക്കെയാണ് പ്ലാസ്മ, ഫോംഡ് എലമെൻറ്റ്സും പിന്നെ എന്തുമായിരുന്നു? ഫ്ലൂയിഡ് മെട്രിക്സും. ഓക്കെ, സോ പ്ലാസ്മ പറഞ്ഞു. ഇനി ഫോംഡ് എലമെൻറ്റ്സ് ആണ്. ഫോംഡ് എലമെൻറ്റ്സ് ആണ് എരിത്രോസൈറ്റ്സ്, ല്യൂക്കോസൈറ്റ്സ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. എരിത്രോസൈറ്റ്സ്, ല്യൂക്കോസൈറ്റ്സ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ കോൾഡ് ഫോംഡ് എലമെൻറ്റ്സ് ആൻഡ് they constitute nearly 45% of the blood. സോ നമ്മൾ 55% പ്ലാസ്മയും ബാക്കി 45% ഓഫ് ബ്ലഡ് എന്തുമാണ്? ഫോംഡ് എലമെൻറ്റുമാണ്. ഓക്കെ, erythrocytes are also known as RBC, red blood cells. Erythrocytes are also known as RBC, are most abundant of all the cells in blood. സെൽസിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? എരിത്രോസൈറ്റ്സ് ആണ്. ഏകദേശം എത്ര ഉണ്ട്? 5.5 മില്യൺസ് ഉണ്ട്. 5 to 5.5 മില്യൺസ് ഉണ്ട്. ആൻഡ് ഹെൽത്തി ആവറേജ് എന്താട്ടോ പറഞ്ഞത് 5 million to 5.5 million ആണ്. RBC are formed in red bone marrow cells in adults. RBCs are devoid of nucleus in most of the mammals. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. RBC എന്താണ്? ഫോംഡ് ഇൻ റെഡ് ബോൺ മാരോസ് ആണ്. പിന്നെ ഡിവോയ്ഡ് ഓഫ് ന്യൂക്ലിയസ് ആണ് ഇതിൽ മോസ്റ്റ് ഓഫ് ദ മാമൽസിൽ. പിന്നെ അവരുടെ ഷേപ്പ് എന്താണ്? ബൈ കോൺകേവ് ഇൻ ഷേപ്പാണ്. They have red colored iron containing complex protein called the hemoglobin, hence the color and the name of cells. A healthy individual has 12 to 16 gram of hemoglobin in every 100 ml of blood. ഓരോ 100 ml of bloodലും 12 to 16 gram of hemoglobin ഉണ്ട്. These molecules plays an important role in transport of respiratory gases. Respiratory gasesൻ്റെ ട്രാൻസ്പോർട്ടിന് ഹീമോഗ്ലോബിൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. RBCൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 120 days ആണ്. ആൻഡ് they are destroyed in spleen. സോ RBCനെ നമ്മൾ RBCൻ്റെ ഗ്രേവ് യാർഡ് എന്ന് പറയുന്നത് സ്പ്ലീൻ ആണ്. സ്പ്ലീൻ ഇസ് ദ ഗ്രേവ് യാർഡ് ഓഫ് RBC. Next we are going to study about leukocytes. Leukocytes are also known as white blood cells or WBC, and they are colorless. White എന്ന് പറയുമ്പോൾ colorless due to the lack of hemoglobin. ഹീമോഗ്ലോബിൻ ഇല്ലാത്തതുകൊണ്ടാണ് WBC വൈറ്റ് ആയത്. ന്യൂക്ലിയേറ്റഡ് ആണ്. RBC ന്യൂക്ലിയേറ്റഡ് അല്ല. സോ WBC ന്യൂക്ലിയേറ്റഡ് ആണ് ആൻഡ് ആർ ലെസ്സർ ആണ്. കുറച്ചേ ഉള്ളൂ, ഏകദേശം 6,000 to 8,000 മാത്രമേ ഉള്ളൂ. RBC എത്ര ആയിരുന്നു? 5 million to 5.5 million ആയിരുന്നു. Leukocytes are generally short-lived ആണ്. RBCയോ 120 days ആയിരുന്നു ലൈഫ് സ്പാൻ. We have two main categories, granulocytes and agranulocytes.
Okay. Neutrophils, eosinophils, basophils are different types of granulocytes. Granules ഉള്ളത് granulocytes, granules ഇല്ലാത്തത് agranulocytes ആണ്. Neutrophils, eosinophils, basophils ഇതൊക്കെയാണ് granulocytes. ആ granulocytes ആണ് T cells B cells. അതായത് T lymphocytes ഉണ്ട്, B lymphocytes ഉണ്ട്. Okay, you will understand later. Monocytes ഉണ്ട് കേട്ടോ. ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും. ലിംഫോസൈറ്റ്സ് ആണ് T lymphocytes ഉണ്ട്, B lymphocytes ഉണ്ട്. ഓക്കെ, അത് agranulocytes. Neutrophils are most abundant. Most abundant എന്ന് പറയുമ്പം 60 to 65% of RBC, WBC. WBCൻ്റെ 60 to 65% എന്താണ് ന്യൂട്രോഫിൽസ് ആണ്. ഇതിൻ്റെയൊക്കെ ഫിഗേഴ്സ് നോക്കി വെക്കണം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് ബേസോഫിൽ. ബേസോഫിൽ 0.5 to 1% ആണ് എമംഗ് ദം. സോ ബേസോഫിലാണ് ഏറ്റവും കുറവ്, 0.5 to 1%. കൂടുതൽ ഏതാണ് ന്യൂട്രോഫിലും, കുറവ് ബേസോഫിലും. ഇനി ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ്സ്. സോ ഇവരുടെയൊക്കെ ഫംഗ്ഷനും പറയണം. ന്യൂട്രോഫിലും മോണോസൈറ്റ്സും എന്താണ് ഫാഗോസിറ്റിക് ഫംഗ്ഷൻ, അതായത് ഫൈറ്റ് ചെയ്യും. ലൈക്ക് വേറെ എന്തെങ്കിലും ഇത് വരുമ്പം നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും, ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വരുമ്പോൾ അവർക്ക് എഗെയിൻസ്റ്റ് ഫാഗോസിറ്റിക് ആക്ഷൻസ് നടക്കും. പിന്നെ മോണോസൈറ്റ്സ് 6 to 8% ആണ് ഒരാളുടെ ബോഡിയിലുള്ളത്. അവരെന്തെയും ഡിസ്ട്രോയ് ഫോറിൻ ഓർഗാനിസം എൻറ്ററിങ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്ന ഫോറിൻ ഓർഗാനിസത്തിൻ്റെ എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യും. ബേസോഫിൽസ് secretes histamine, serotonin and heparin are inflammatory reactions. So inflammatory reactions involve you, and അതുമല്ല they secretes histamine, serotonin and heparin. Eosinophils 2 to 3% ആണ് and resist infections. Infections resist ചെയ്യും. Are also associated with allergic reactions. Eosinophils allergic reactions. നിങ്ങളടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇപ്പോൾ ന്യൂട്രോഫിൽ ഫാഗോസിറ്റിക് ആണെങ്കിൽ വാട്ട് ഇസ് എന്താണ് ഈസ്നോഫിൽ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അലർജിക് റിയാക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇൻഫെക്ഷൻസിനൊക്കെ പറയാം. Lymphocytes are two major types, like B and T. Both B and T lymphocytes are responsible for immune response of the body. നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനായിട്ടാണ് ബിയും ഏത് വരുന്നത്, ടിയും വരുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് എന്താണ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സും ആണ് എന്തിലുള്ളത്, ഫോംഡ് എലമെൻസിലുള്ളത്. സോ നെക്സ്റ്റ് ഇസ് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സിനെ നമ്മൾ ത്രോംബോസൈറ്റ്സ് എന്ന് പറയും. ആർ സെൽ ഫ്രാഗ്മെന്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം മെഗാ കാരിയോസൈറ്റ്സ്. സോ ഈ ഒരു സെൻറ്റൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്, മെഗാ കാരിയോസൈറ്റ്സ് formed from mega karyocytes. Blood normally contain 1,50,000 to 3,50,000 platelets. So ബ്ലഡിൽ 1,50,000 to 3,50,000 പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. RBC എത്രയായിരുന്നു, 5 million to 5.5 million ആണെങ്കിൽ WBC 6,000 to 8,000 ആയിരുന്നു. ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് 1,50,000 to 3,50,000 ഉണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് ക്യാൻ റിലീസ് എ വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസ് മോസ്റ്റ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ കോആഗുലേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. A reduction in their number can leads to clotting disorder. So platelets ആ റിലീസ് ചെയ്യുന്ന സാധനം കുറയുമ്പം എന്ത് ചെയ്യും, ക്ലോട്ടിംഗ് ഡിസോർഡർ ഉണ്ടാകും, which will leads to excessive loss of blood from the body. അപ്പം എന്ത് ചെയ്യും, excessive losses of blood ഉണ്ടാകും. So next we are going to discuss about blood groups. So നമുക്കൊക്കെ ഓരോ ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. A, B, O. ഈ 3 ബ്ലഡ് ഗ്രൂപ്പ്സ് ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ AB, അങ്ങനത്തെ AB, O ഇതാണ് നിങ്ങൾ കേട്ടിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ്. സോ ആദ്യം തന്നെ ABO ഗ്രൂപ്പിംഗ് ആണ്. 2 ടൈപ്പ് ഉണ്ട്, ABO ഉണ്ട്, RH ഉണ്ട്. ഓക്കെ, so first we are going to discuss about ABO grouping. ABO grouping is based on the presence or absence of 2 surface antigens. Surface antigens-ന്റെ പ്രസൻസും ആബ്സെൻസിൻ്റെയും ബേസിസിലാണ് ABO grouping ഉണ്ടാകുന്നത്. സോ RBC chemicals that can include immune response ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ABO കൊണ്ടുവരുന്നത്. Plasma of different individual contain 2 natural antibodies. The distribution of antigen and antibodies of 4 groups of blood A, B, AB and O are given. So ഇതിൽ നമുക്ക് ടേബിൾ മാത്രം നോക്കിയാൽ മതി. ടേബിൾ തന്നെ കാണുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. സോ ഐ ടെൽ യു ഇൻ ബ്രീഫ്. ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ ആളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആൻറ്റിജൻ അല്ലെങ്കിൽ അയാളുടെ RBCയിൽ ഉണ്ടാകുന്ന ആൻറ്റിജൻ A ആയിരിക്കും. ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ അയാളുടെ ആൻറ്റിജന് എന്തായിരിക്കും, RBCയിലുള്ള ആൻറ്റിജൻ A ആയിരിക്കും. ആൻറ്റിബോഡി, പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡി B ആയിരിക്കും, ആൻറ്റിബോഡി B. അപ്പം അവർക്ക് ഏതൊക്കെ കൊടുക്കാം, ആൻറ്റിബോഡി B ആണെങ്കിൽ B അല്ലാത്ത ബാക്കിയൊക്കെ കൊടുക്കാം. എയും കൊടുക്കാം, ഓയും കൊടുക്കാം, ഒന്നും ഇല്ലാത്തത് കൊടുക്കാം, എയും കൊടുക്കാം. ഓക്കെ, സോ ഡോണർക്ക് ഏതൊക്കെ ആൾക്ക് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പ് A ആണ്. അപ്പം എനിക്ക് ആർക്കൊക്കെ ബ്ലഡ് തരാം, എനിക്കിപ്പം ബ്ലഡിന് ആവശ്യമുണ്ട്. അപ്പോൾ ആർക്കൊക്കെ എനിക്ക് തരാം, A ഗ്രൂപ്പുകാർക്കും തരാം, O ഗ്രൂപ്പുകാർക്കും എനിക്ക് തരാം. ഓക്കെ, എൻ്റെ ബ്ലഡ് B ആണ്, എൻ്റെ ബ്ലഡ് B ആണെന്ന് നോക്കി. അപ്പോൾ എൻ്റെ RBCയിലുള്ള ആൻറ്റിജൻ എന്തായിരിക്കും, B ആയിരിക്കും. ആൻറ്റിജൻ B ആണെങ്കിൽ എൻ്റെ ആൻറ്റിബോഡി, പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡി എന്തായിരിക്കും, ആൻറ്റി അല്ലേ, ആൻറ്റി അപ്പം A ആയിരിക്കും. എൻ്റെ ബ്ലഡ് B ആണെങ്കിൽ ആൻറ്റിബോഡി B ആയിരിക്കും. ആൻറ്റിബോഡി B ആണെങ്കിൽ എനിക്ക്, അതായത് ഡോണേഴ്സ്, എനിക്ക് ബ്ലഡ് തരാൻ പറ്റുന്നവർ B-യും ആയിരിക്കും, O-യും ആയിരിക്കും. ഇനി എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB ആണ്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB ആണെങ്കിൽ ആൻറ്റിജൻ ആരായിരിക്കും, AB ആയിരിക്കും. അപ്പോൾ എനിക്ക് ആൻറ്റിബോഡി ഉണ്ടാവുമോ, ഇല്ല. അപ്പോൾ ആൻറ്റിബോഡി 0, O ആയിരിക്കും, അല്ലെങ്കിൽ നിൽ കൊടുത്താലും.
അപ്പോൾ എനിക്ക് ആർക്കൊക്കെ എനിക്ക് തരാം? എക്ക് തരാം, ബിക്ക് തരാം, എ ബിക്ക് തരാം, ഒക്ക് തരാം. സോ 4 പേർക്കും എനിക്ക് തരാം. എൻ്റെത് എ ബി ആണെങ്കിൽ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണ്. അപ്പോൾ എൻ്റെ ആൻറ്റിജൻ എന്തായിരിക്കും? എനിക്ക് ആൻറ്റിജൻ ഉണ്ടാവുമോ? ഇല്ല. എൻ്റെ RBCയിൽ ആൻറ്റിജൻ ഇല്ല. പക്ഷേ എൻ്റെ ആൻറ്റിബോഡി എന്തായിരിക്കും? എ ബി. ആൻറ്റിബോഡി എ ഉണ്ട്. ആൻറ്റിബോഡീസ് എ ഉണ്ടാക്കും, ബി ഉണ്ടാക്കും. എനിക്കപ്പോൾ ആർക്കൊക്കെ എനിക്ക് ബ്ലഡ് തരാം? എനിക്ക് ബ്ലഡ് ആവശ്യം ഉണ്ടാകുമ്പോൾ ആൻറ്റിബോഡി എ ബി ആണെങ്കിൽ എക്കും ബിക്കും തരാൻ പറ്റൂ? ഇല്ല. എ ബിക്ക് തരാൻ പറ്റൂ? ഇല്ല. അപ്പോൾ ഒക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ. സോ ഫ്രം ദിസ് എന്ത് മനസ്സിലായി? എ ബി എന്ന് പറയുന്നത് എ ബി ബ്ലഡ് ഗ്രൂപ്പ് പറയുന്നത് ഒരു യൂണിവേഴ്സൽ എന്താണ്? ആക്സെപ്റ്റർ അല്ലെങ്കിൽ റെസിപ്പിയൻ്റ്. യൂണിവേഴ്സൽ റെസിപ്പിയൻ. എനിക്ക് എന്തും റിസീവ് ചെയ്യാം. എ ബിക്ക് എന്തും റിസീവ് ചെയ്യാൻ പറ്റും. അതുപോലെ യൂണിവേഴ്സൽ ഡോണറാണ് ഓക്കെ. എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയാൽ എല്ലാവർക്കും ഓക്ക് കൊടുക്കാം. പക്ഷേ എനിക്ക് അതുപോലെ എ ബിനെ നോക്കി എ ബിക്ക് എല്ലാവരുടെ അടുത്തുനിന്നും വാങ്ങാം. അതുകൊണ്ട് എ ബി യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റും ഓ യൂണിവേഴ്സൽ ഡോണറുമാണ്. RH ഗ്രൂപ്പിൽ എന്നത്തെ ആൻറ്റിജൻ ആണ് RH ആൻറ്റിജൻ. സിമിലർ ടു 1% ഇൻ റീസസ് മങ്കീസ്. റീസസ് മങ്കിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് പോലെ ഒരു ആൻറ്റിജൻ ആണ് RH ആൻറ്റിജൻ വിച്ച് ഇസ് ഒബ്സർവ്ഡ് ഓൺ ദ സർഫസ് ഓഫ് RBC. മെജോറിറ്റി ഓഫ് ഹ്യൂമൻസിൻ്റെയും എന്നിട്ട് RBCയിൽ RH ഉണ്ട്. RH ഉള്ളവരെ RH പോസിറ്റീവ് എന്നും RH ഇല്ലാത്തവരെ RH നെഗറ്റീവ് എന്നുമാണ് പറയുന്നത്. An RH negative person, if exposed to RH positive blood, will form a specific antibody against RH antigen. RH നെഗറ്റീവ് ബ്ലഡ് ഉള്ള ആൾ RH പോസിറ്റീവ് ബ്ലഡുമായിട്ട് കൂടിച്ചേരുമ്പം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തായാലും ഒരു ആൻറ്റിബോഡി ഉണ്ടാകും. ആൻറ്റിജൻ വർക്ക് ചെയ്യും. Therefore, RH group should be matched before transfusion. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് മാത്രമേ കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പോസിറ്റീവ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അല്ലാതെ നെഗറ്റീവും പോസിറ്റീവായിട്ട് കൂടിയാൽ അതിന് അഗെയിൻസ്റ്റ് നമ്മുടെ ബോഡിയിൽ ആൻറ്റിജൻ ഉണ്ടാക്കും. സോ a special case of RH incompatibility has been observed between RH negative blood of pregnant mother with the RH positive blood of fetus. So mother RH negative fetus എന്തായിരിക്കും RH positive ആണ്. RH antigen of fetus do not expose it to RH negative blood of mother in the first pregnancy. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അങ്ങനത്തെ ഒരു എന്താണ് അവർ തമ്മിൽ ഒരു ബന്ധമൊന്നുമില്ല. പക്ഷേങ്കിൽ ഡ്യൂറിങ് ദ ഡെലിവറി ഓഫ് ഫസ്റ്റ് ചൈൽഡ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എക്സ്പോഷർ ഓഫ് മെറ്റേണൽ ബ്ലഡ് ടു സ്മോൾ എമൗണ്ട് ഓഫ് RH പോസിറ്റീവ് ബ്ലഡ് ഫ്രം ദ ഫീറ്റസിൻ്റെ പോസിറ്റീവിൽ നിന്ന് മദറിലോട്ട് കുറച്ച് പോകാനൊരു ചാൻസ് ഉണ്ട്. ഇൻ സച്ച് കേസസ് ദ മദർ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ആൻറ്റിബോഡി അഗെയിൻസ്റ്റ് RH ആൻറ്റിജൻ ഇൻ ഹർ ബോഡി. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ മദറിൻ്റെ ബോഡിയിൽ RH ആൻറ്റിജൻ ഉണ്ടാക്കാൻ തുടങ്ങും. ഇൻ കേസ് ഓഫ് ഹർ സബ്സീക്വൻറ്റ് പ്രഗ്നൻസി RH ആൻറ്റിബോഡി ഫ്രം ദ മദർ വുഡ് ലീഡ്സ് ടു ബ്ലഡ് ഓഫ് ഫീറ്റസ് ഡിസ്ട്രോയ് ഫീറ്റൽ RBC. അങ്ങനെ ഫീറ്റസിൻ്റെ RBC ഡിസ്ട്രോയ് ചെയ്യും. ഈ ഒരു കേസിന് ആൻഡ് ഫേറ്റൽ ടു ഫീറ്റസ് കുഡ് കോസ് സിവിയർ അനീമിയ ആൻഡ് ജോണ്ടിസ് ടു ദ ബേബി. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഫീറ്റസിന് അനീമിയയും ജോണ്ടിസും ഉണ്ടാകും. ആൻഡ് ദിസ് കണ്ടീഷൻ ഇസ് നോൺ as erythroblastosis fetalis, and this can be avoided by administering anti-RH bodies to the mother immediately after delivery of first child. Okay.